ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ മോഹൻലാലിൻ്റെ കരിയറിലെ ഏറ്റവും മോശം കുറച്ച് സിനിമകളാണ് നോക്കാൻ പോകുന്നത്. ഇത് മോഹൻലാൽ എന്ന് പറയുന്ന നടനോടുള്ള ഏതെങ്കിലും ദേഷ്യം കൊണ്ടൊന്നും ചെയ്യുന്ന വീഡിയോ അല്ല. തൊട്ടടുത്ത എപ്പിസോഡുകളിൽ നമ്മൾ മമ്മൂട്ടിയുടെയും അതുപോലെയുള്ള മറ്റ് സൂപ്പർ സ്റ്റാറുകളുടെയും ഇതേപോലെയുള്ള മോശം സിനിമകൾ നമുക്ക് നോക്കാം. എന്നും എൻ്റെ ഒരു വീക്ക്നെസ് ആയിരുന്നു. ആദ്യമായിട്ട് 2003 ഇറങ്ങിയിട്ടുള്ള ഹരിഹരൻ പിള്ള ഹാപ്പിയാണ് എന്ന് പറയുന്ന സിനിമയാണ്. വിശ്വനാഥൻ എന്ന് പറയുന്ന ഒരാളാണ് ഈ ചിത്രം സംവിധാനം ചെയ്തിട്ടുള്ളത്. ജ്യോതിർമയി ആയിരുന്നു ഈ സിനിമയിലെ നായിക. സിനിമ ഒരു കോമഡി ട്രാക്കിലൂടെയൊക്കെ തിരിച്ചു വരാനുള്ള ഒരു ഫാമിലി കോമഡി ട്രാക്ക് സിനിമയൊക്കെ ആക്കാനുള്ള ശ്രമമായിരുന്നെങ്കിലും സിനിമ ബോക്സ് ഓഫീസിൽ നിലം തൊട്ടില്ല. സിനിമയിലെ ചില സലീം കുമാറിൻ്റെ കോമഡികളൊക്കെ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഹിറ്റാണ്. അതേ വർഷം തന്നെ മോഹൻലാലിൻ്റെ മറ്റൊരു മോശം സിനിമയും കൂടി പുറത്തിറങ്ങി. മിസ്റ്റർ ബ്രഹ്മചാരി എന്ന് പറയുന്നൊരു സിനിമയായിരുന്നു. അക്കാലത്തെ അദ്ദേഹത്തിൻ്റെ മോശം ഫിസീക്ക് കൂടി ആ സിനിമയുടെ പരാജയത്തിന് ഒരു കാരണമായി. തുളസീദാസായിരുന്നു ഈ സിനിമ സംവിധാനം ചെയ്തിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാഗ്യ കൂട്ടുകെട്ടായിട്ടുള്ള മീന ഈ സിനിമയിൽ അദ്ദേഹത്തിൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും അതൊന്നും ഈ സിനിമയ്ക്ക് യാതൊരു വിധത്തിലുള്ള ഗുണവും ചെയ്തില്ല. ഇനി 2004 വാമനപുരം ബസ് റൂട്ട് എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. സോനു ശിശുപാലായിരുന്നു ഈ സിനിമ സംവിധാനം ചെയ്തിട്ടുണ്ടായിരുന്നത്. പേര് പോലെ തന്നെ ഒരു ബസ് റൂട്ടിന് വേണ്ടിയിട്ടുള്ള കോമഡി ട്രാക്കിലും ആക്ഷനിലൂടെയുമൊക്കെ ഉള്ള ഒരു കഥ പറച്ചിലായിരുന്നു സിനിമക്കുണ്ടായിരുന്നത്. പക്ഷേ പ്രേക്ഷകർ ബോക്സ് ഓഫീസിൽ ഈ സിനിമയെ നിലം തൊടിയിച്ചില്ല. സിനിമ പരാജയപ്പെട്ടു. ഇതിനിടയിൽ ഇദ്ദേഹം കുറേ അന്യഭാഷാ സിനിമകളൊക്കെ അഭിനയിച്ചു. ഈ അന്യഭാഷാ സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള ഒരു ചിത്രമാണ് മോഹൻലാലിൻ്റെ കരിയറിലെ ഏറ്റവും മോശം സിനിമ എന്ന് വേണമെങ്കിൽ നമുക്ക് അഭിപ്രായപ്പെടാം. അത് 2007 ഇറങ്ങിയിട്ടുള്ള രാം ഗോപാൽ വർമ്മ കി ആഗ് എന്ന് പറയുന്ന ഒരു സിനിമയാണ്. ഹിന്ദിയിലെ തന്നെ ഒരു ക്ലാസിക് ഹിറ്റായിട്ടുള്ള ഷോലയുടെ റീമേക്ക് ആയിരുന്നു ഇത്. എന്തൊക്കെയായാലും ഈ ചിത്രവും നിലം തൊട്ടില്ല. വർഷം 2012 അദ്ദേഹം ഒരുപാട് പ്രതീക്ഷകളോടുകൂടി ഇറക്കിയിരുന്ന ഒരു സിനിമയായിരുന്നു കാസിനോവ. വെറും കാസിനോവ അല്ല, കോൺഫിഡൻറ്റ് കാസിനോവ. അന്ന് വരെ മലയാള സിനിമയിൽ ഉള്ളതിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ പണം വാരി ഇറക്കിയിട്ടുണ്ടായിരുന്ന സിനിമ. റോഷൻ ആൻഡ്രൂസ് എന്ന് പറയുന്ന സൂപ്പർ സംവിധായകനായിരുന്നു സിനിമ സംവിധാനം ചെയ്തത്. ദുബായിലും മറ്റുമുള്ള ആർഭാട ലൊക്കേഷനുകളിൽ വെച്ചിട്ട് സിനിമ സംവിധാനം ചെയ്ത് പുറത്തിറക്കിയെങ്കിലും മലയാള സിനിമയ്ക്ക് യോജിക്കാത്ത രീതിയിലുള്ള ഒരു പ്രമേയം എന്ന രീതിയിലുള്ള ആക്ഷേപം വന്നതുകൊണ്ടൊക്കെ സിനിമയ്ക്ക് ബോക്സ് ഓഫീസിൽ നിലം തൊടാൻ വേണ്ടി പറ്റിയില്ല. സിനിമ വലിയ ഒരു പരാജയം തന്നെയായി മാറി. 2013 ലോക്പാൽ എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങി. അന്നത്തെ ട്രെൻഡിങ് ആയിരുന്ന അഴിമതി വിരുദ്ധ ലോക്പാൽ ബിൽ പോരാട്ടങ്ങളെയൊക്കെ ബേസ് ചെയ്തിട്ട് ജോഷിയും SN സ്വാമിയും കൂടി ഇറക്കിയ ഒരു മോഹൻലാൽ ചിത്രമായിരുന്നു ഇത്. വളരെ മോശമായിട്ടുള്ള രീതിയിലുള്ള ഒരു കഥ പറച്ചിൽ തന്നെയായിരുന്നു സിനിമയുടെ പരാജയത്തിന് പ്രധാന കാരണം. നല്ലൊരു തീമായിരുന്നിട്ട് കൂടി സിനിമയ്ക്ക് എവിടെയും എത്താനായില്ല. കൂടാതെ അന്യൻ പോലുള്ള മുൻ സിനിമകളുടെ ഒക്കെ ഒരു വളരെ മോശമായ ഇമിറ്റേഷൻ ഈ സിനിമയിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. സിനിമയും തിയേറ്ററിൽ വലിയൊരു പരാജയമായി മാറി. 2013 ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ ഇറങ്ങുന്നത്. സിദ്ദീഖ് സംവിധാനം ചെയ്തിട്ടുള്ള ഈ സിനിമയും ഒരു വൻ പരാജയം തന്നെയായിരുന്നു. അന്നത്തെ മോഹൻലാലിൻ്റെ ഒരു മൾട്ടി സ്റ്റാർ സിനിമയൊക്കെ ആയിരുന്നിട്ട് കൂടി സിനിമയുടെ എന്തൊക്കെയോ കോമഡിയിലൊക്കെ എന്നുള്ള പ്രശ്നങ്ങൾ കൊണ്ട് സിനിമ വൻ പരാജയമായിട്ട് മാറി. ഇനി 2014 പെരിച്ചാഴി. അമേരിക്കയിൽ വെച്ചിട്ടൊക്കെ ആയിരുന്നു സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ സിനിമ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു കോമഡി ട്രാക്കിലേക്ക് എത്താൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് കഷ്ടപ്പെടുകയുണ്ടായി. പക്ഷേ സിനിമ അങ്ങോട്ട് ക്ലിക്കായില്ല. സിനിമ അങ്ങനെ പരാജയമായിട്ട് മാറി. 2017 1971 ബിയോണ്ട് ബോർഡർ, മേജർ രവി സാറിൻ്റെ പടം. പക്ഷേ സിനിമയും പരാജയമായിട്ട് മാറി. 2017 വീണ്ടും ഒരു പടക്കം കൂടി. വെളിപാടിൻ്റെ പുസ്തകം. ഗ്രേറ്റ് ഡയറക്ടറായിരുന്നുള്ള ലാൽ ജോസിൻ്റെ പടമായിരുന്നു. ഒരു കോളേജ് റൊമാൻറ്റിക് ത്രില്ലറൊക്കെ ആയിരുന്നെങ്കിലും സിനിമയും 8 നിലയിൽ പൊട്ടി. 2018 ബോളിവുഡിൽ നിന്നുള്ള ഡയറക്ടറായിട്ടുള്ള അജയ് വർമ്മയൊക്കെ കൊണ്ടുവന്നും കയറ്റി നീരാളി എന്ന് പറയുന്ന ഒരു സിനിമ ഇറക്കി. പഴയ കാല നടിയായിട്ടുള്ള നാദിയ മൊയ്തിയൊക്കെ ആയിരുന്നു ഈ സിനിമയിലെ നായിക. ഒരു 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 ട്രാവൽ മൂവിയൊക്കെ ആയിരുന്നു. ട്രാവലിങ്ങിന് ശേഷം ഒരു അപകടത്തിൽപ്പെടുന്ന അതിൽ തുടർന്നുണ്ടാകുന്ന സംഭവങ്ങളൊക്കെ ആയിരുന്നു. ഒരു സർവൈവൽ ത്രില്ലർ എന്നുള്ള രീതിയിൽ ഇറക്കാൻ നോക്കിയെങ്കിലും സിനിമയുടെ മോശം അവതരണം കൊണ്ട് സിനിമ പരാജയപ്പെട്ടു. 2019 ഇട്ടിമാണി മെയ്ഡ് ഇൻ ചൈന. ചൈനയിലൊക്കെ വെച്ച് ഒരു സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും സിനിമയുടെ ഭൂരിഭാഗവും കേരളത്തിൽ വെച്ചിട്ടായിരുന്നു. ഒരുപാട് പൊളിറ്റിക്കൽ അവയർനെസ് പ്രശ്നങ്ങൾ, അങ്ങനെ അൺപൊളിറ്റിക്കലായിട്ടുള്ള കുറേ കാര്യങ്ങൾ എന്നൊക്കെയുള്ള പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ വന്നു. സിനിമ വളരെ മോശമായിട്ടുള്ളൊരു സിനിമയായിരുന്നു. സിനിമ അങ്ങനെ പരാജയപ്പെട്ടു. 2020 വീണ്ടും സിദ്ദീഖിൻ്റെ കൂടെ ബിഗ് ബ്രദർ. സിനിമയെപ്പറ്റി പറയേണ്ട ആവശ്യമില്ല, അത്ര ട്രോളുകളുടെ ഒരു പെരുമഴയായിരുന്നു. ഹണി റോസും അതേപോലെ തന്നെ വിഷ്ണു ഉണ്ണികൃഷ്ണനും അനൂപ് മേനോനും തുടങ്ങി വലിയൊരു താരനിരയൊക്കെ സിനിമയിലുണ്ടായിരുന്നു. പക്ഷേ സിനിമ 8 നിലയിൽ.
2021 മരക്കാർ, അറബിക്കടലിൻ്റെ സിംഹം. ഒരുപാട് ദേശീയ അവാർഡുകളുടെ തിളക്കത്തോടു കൂടി വന്നിട്ടുള്ള ഈ സിനിമയും തിയേറ്ററിൽ അട്ടിപ്പത്രി വീണു. ട്രോളുകളുടെ പെരുമഴയായിരുന്നു. 2022 നെയ്യാറ്റിങ്കര ഗോപൻ്റെ ആറാട്ട്. ഈ സിനിമ കൊണ്ട് ആകെ ഒരു ഗുണമുണ്ടായ വ്യക്തി എന്ന് പറയുന്നത് ആറാട്ടണ്ണൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി മാത്രമായിരിക്കും. എന്തായാലും അതിനുശേഷം അയാൾക്ക് ആ ഒരു പേരിൽ കേരളം മുഴുവൻ അറിയപ്പെടാനും അതിൻ്റെ പേരിൽ കുറേ പൈസ ഉണ്ടാക്കാനൊക്കെ പറ്റി. ഓക്കെ, 2022 വീണ്ടും പൊക്രി ടീമിൻ്റെ കൂടെ മോൺസ്റ്റർ എന്ന് പറയുന്ന ഒരു സിനിമയും കൂടി അദ്ദേഹം കൊണ്ടുപോയി തലവെച്ച് കൊടുത്തു. വെറുപ്പിക്കലിൻ്റെ അങ്ങേ തലയായിരുന്ന ഈ സിനിമയും ബോക്സ് ഓഫീസിൽ പൊട്ടിപ്പാളീസായി. 2023 പഴയകാല ലെജൻഡായിരുന്നുള്ള ഷാജി കൈലാസിൻ്റെ കൂടെ എലോൺ എന്ന പേരിലൊരു സിനിമ ഇറക്കി. വേറിട്ടൊരു പരീക്ഷണമൊക്കെ ആയിരുന്നു, പക്ഷേ സിനിമയും തിയേറ്ററിൽ അട്ടിപ്പതറി. 2024 ലാലേട്ടൻ തന്നെ ഒരു കൈ നോക്കാമെന്ന് കരുതി ബറോസ് 3Dയിലൊക്കെ ഇറക്കി നോക്കി. പക്ഷേ ഈ സിനിമയുടെ കഥയും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു. മഹാബോറനും വെറുപ്പിക്കലുമായിട്ടായിരുന്നുള്ള ഈ സിനിമയും പൊട്ടിപ്പാളീസായി. പക്ഷേ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇദ്ദേഹം ഇപ്പോൾ വളരെ സക്സസ്ഫുള്ളായിട്ട് തുടരുന്നതിലൂടെയൊക്കെ തിരിച്ചു വന്നിരിക്കുകയാണ്. ഈ ദൃശ്യം 3 ഒക്കെ ഇറങ്ങാൻ കിടക്കുന്നു. ആ ഒരു നല്ല നടൻ്റെ മികച്ച സിനിമകൾ ഇനി നമുക്ക് പ്രതീക്ഷിക്കാം. ബൈ.